അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറുദല്ലാ അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, നമ്മുടെ മക്കളൊക്കെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാവുകയാണ്. മദ്രസയിലും സ്കൂളിലൊക്കെ എക്സാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക മക്കളും കളികളെല്ലാം ഒഴിവാക്കി പഠിച്ചു കൊണ്ടിരിക്കുകയാണ്, പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും എല്ലാ വിഷയത്തിലും ഫുൾ A+ നേടണം എന്നുള്ളൊരു പരിശ്രമത്തിലാണ് ഒട്ടുമിക്ക മക്കളും ഇപ്പോൾ ഉള്ളത്. പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, ഇനി ഇത് രക്ഷിതാക്കളാണ് കാണുന്നതെങ്കിലും നിങ്ങളുടെ മക്കൾ എക്സാമിൽ ഉന്നത വിജയം നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം. അതിൽ ഒന്നാമത്തേത് പരിശ്രമമാണ്. നമുക്കറിയാം, ഏത് കാര്യവും നമുക്ക് നേടിയെടുക്കണമെങ്കിൽ നമ്മൾ നിരന്തരം അത് പരിശ്രമിച്ചു കൊണ്ടേയിരുന്നാൽ അത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് എക്സാമിൽ ഉന്നത മാർക്കോടുകൂടി ഫുൾ A+ഓടുകൂടി നിങ്ങൾ വിജയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പരിശ്രമിച്ച് നല്ലതുപോലെ പഠിച്ചാലേ അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് വിദ്യാർത്ഥികളൊക്കെ എന്ത് ചെയ്യുക, ഈ സമയത്ത് നിങ്ങൾ കളിയൊക്കെ മാറ്റിവെച്ച് മറ്റുള്ള കാര്യങ്ങളിലൊന്നും ചിന്ത കൊടുക്കാതെ നിങ്ങൾ പഠനത്തിൽ മാത്രം മുഴുകി നല്ല ആത്മാർത്ഥതയോടുകൂടി നിങ്ങൾ പഠിച്ചെടുക്കുക. എന്നാൽ നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് ഉറപ്പാണ്, നിങ്ങൾ ഉദ്ദേശിച്ച മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും. ഇനി രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. നിങ്ങൾക്ക് എക്സാം എളുപ്പമാകാനും എക്സാമിൽ ഉന്നത മാർക്കോടുകൂടി വിജയിക്കാനുമൊക്കെ നിങ്ങൾ അള്ളാഹുവിനോട് പറയുക. നമുക്ക് ഇഹലോകത്തും പരലോകത്തുമുള്ള എല്ലാ വിജയവും പരാജയവും നമുക്ക് നൽകുന്നവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് നമ്മുടെ എന്ത് കാര്യങ്ങളിലും നമുക്ക് വിജയം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ആദ്യം അള്ളാഹുവിനോട് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുക. ഇനി മൂന്നാമത്തേത്, വളരെ വ്യക്തമായിട്ട് പരീക്ഷ എഴുതാനുള്ള സന്നദ്ധതയും തയ്യാറാക്കുക. ഈ പറഞ്ഞ 3 കാര്യങ്ങൾ ഒരു വിദ്യാർത്ഥിയിലുണ്ടെങ്കിൽ അവൻ ഉന്നത വിജയത്തിലേക്കെത്തും. അല്ലാതെ പഠിച്ചെടുത്തത് കൊണ്ട് മാത്രം ആ വിദ്യാർത്ഥി ഉന്നത വിജയത്തിലേക്കെത്തില്ല. അതായത് നിങ്ങൾ നിർബന്ധമായിട്ടും അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം, ഈ ഒരു ദുആ ചൊല്ലുക. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. ഈ ദുആ നിങ്ങൾ ഒരു പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് നിങ്ങൾ പഠനത്തിലേക്ക് ഇറങ്ങി നോക്കൂ. നിങ്ങൾക്ക് പഠിക്കുന്നതൊക്കെ എളുപ്പമാകുകയും പെട്ടെന്ന് അത് നിങ്ങളുടെ മൈൻഡിൽ കയറുകയും ചെയ്യും. ഈ ദുആ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ അല്ലെങ്കിൽ ഒരു വെള്ള പേപ്പറിലേക്ക് എഴുതി വെക്കുകയോ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാൻ ഇറങ്ങുന്ന സമയത്ത് ഈ ദുആ ഒരു വട്ടം ചൊല്ലിക്കൊണ്ട് നല്ല വിശ്വാസത്തോടു കൂടി ചൊല്ലണം കേട്ടോ, ആർക്കോ വേണ്ടി ചൊല്ലരുത്. ചൊല്ലുമ്പോൾ നല്ല വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഇത് ചൊല്ലിക്കൊണ്ട് നിങ്ങൾ പഠിച്ചു നോക്കൂ. ആ പഠിക്കുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് തലയിൽ കയറും. മാത്രമല്ല, നിങ്ങൾ പഠിച്ചത് പിന്നീട് നിങ്ങൾ മറക്കില്ല. അത്രക്കും വലിയ മഹത്വമുള്ള ഒരു ദുആയാണ് ഇത്. ഈ ദുആ എല്ലാവർക്കും പഠിക്കാനും അത് ജീവിതത്തിൽ ചൊല്ലാനും അതുകൊണ്ട് എക്സാമിലൊക്കെ വലിയ ഉന്നത വിജയം ലഭിക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഒരുപാട് വിദ്യാർത്ഥികൾക്കും പറയാനുള്ളൊരു പരാതിയാണ്, പഠിച്ച കാര്യങ്ങളൊന്നും ഹൃദ്യസ്ഥമായി നിൽക്കുന്നില്ല, ഓർമ്മയിൽ നിൽക്കുന്നില്ല, മറന്നു പോവുകയാണ് എന്ന്. അതായത് പഠിച്ച കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് ഓർമ്മയിൽ വരുത്തുമ്പോൾ ഓർമ്മയുണ്ട്, എന്നാൽ പരീക്ഷാ ഹാളിൽ കയറുമ്പോൾ അതൊക്കെയും ഒന്ന് മനസ്സിൽ ഓർത്തു നോക്കിയാൽ പിന്നീട് ഓർമ്മയില്ല, എല്ലാം മറന്നു പോയിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് വിദ്യാർത്ഥികളും വലിയ പ്രയാസത്തോടു കൂടി പറയുന്ന ഒരു കാര്യമാണ് ഇത്. വീട്ടിൽ നിന്ന് നല്ലതുപോലെ പഠിക്കും, എന്നാൽ പരീക്ഷാ ഹാളിൽ എത്തുമ്പോൾ അതൊക്കെ മറന്നു പോവുകയാണെന്ന്, അതൊന്നും ഓർമ്മയിൽ വരുന്നില്ല എന്ന്. അതിന് പ്രധാന കാരണം എന്താണ്? പരീക്ഷയോടുള്ള നിങ്ങളുടെ ഭയമാണ്.
എന്നാൽ ഇങ്ങനെ മറവി സംഭവിക്കുന്നതിന് പരിഹാരമില്ലേ? പരിഹാരമുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ, മഹാന്മാരായ ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന സൂറത്താണ് അലം നശ്റഹ് ലക സദ്റക എന്നുള്ള ഈ സൂറത്ത് നമ്മൾ എല്ലാ 5 വക്ത് ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും 7 പ്രാവശ്യം ഓതുക. അപ്പോൾ നിസ്കാരം നമ്മൾ നിർബന്ധമായിട്ടും നിസ്കരിക്കണം. എന്നിട്ട് ആ നിസ്കാരത്തിന് ശേഷം നമ്മൾ അതേ ഇരുത്തത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് ഈ അലം നശ്റഹ് ലക സദ്റക എന്ന സൂറത്ത് 5 പ്രാവശ്യം പാരായണം ചെയ്യുക. ഇത് നിങ്ങൾ പരീക്ഷ കഴിയുന്നത് വരെ തുടർന്നു കൊണ്ടേയിരിക്കുക. ഇനി നിങ്ങൾ ജീവിതത്തിൽ ഇത് പതിവാക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് തന്നെയാണ്. കാരണം ഈ സൂറത്ത് നമ്മൾ ധാരാളം പാരായണം ചെയ്താൽ, ജീവിതത്തിൽ നിത്യമാക്കിയാൽ നമ്മുടെ മനസ്സിന് അല്ലാഹു സുബ്ഹാനഹു തആല വിശാലത നൽകും. അതായത് നമുക്കൊരു ടെൻഷൻ ഉണ്ടാകില്ല, ഒരു പ്രയാസം നമ്മുടെ മനസ്സിനുണ്ടാകില്ല. ഏത് കാര്യവും നമുക്ക് നേരിടാനുള്ള ഒരു ധൈര്യമുണ്ടാകും. എല്ലാ കാര്യത്തിനും മുന്നിട്ടിറങ്ങാനുള്ള ഒരു ധൈര്യമുണ്ടാകും. മറവി എന്നുള്ള കാര്യം പിന്നീട് നമുക്കുണ്ടാകില്ല. നല്ല ഓർമ്മശക്തിയായിരിക്കും, ബുദ്ധിശക്തി വർദ്ധിക്കും. ഏത് കാര്യവും നമ്മൾ ഒരു വട്ടം കേട്ടാൽ മതി, അത് പിന്നീട് നമ്മൾ മറക്കില്ല, എപ്പോഴും നമ്മുടെ ഓർമ്മയിലുണ്ടാകും. അതുകൊണ്ട് ഈ സൂറത്ത് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞു തന്ന രീതിയിൽ ഓതിയാൽ, വിദ്യാർത്ഥികളെ, നിങ്ങൾ പഠിച്ചത് ഒരിക്കലും നിങ്ങൾ എക്സാം ഹാള് എന്നല്ല, നിങ്ങൾ എത്ര തന്നെ പേടിപ്പെടുത്തുന്ന സ്ഥലത്ത് ചെന്ന് നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചാലും അത് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. മറക്കില്ല നിങ്ങൾ. അത്രക്കും വലിയ മഹത്വമുള്ള, ശ്രേഷ്ഠതയുള്ള, നമുക്ക് ഓർമ്മശക്തി വർദ്ധിപ്പിച്ചു തരുന്ന, നമ്മുടെ മനസ്സ് വിശാലമാക്കുന്ന ഒരു സൂറത്താണ് അലം നശ്റഹ് ലക സദ്റക എന്ന് തുടങ്ങുന്ന ഈ സൂറത്ത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സാമിനെ വലിയ പേടിയാണെങ്കിൽ, പരീക്ഷാ ഹാളിൽ കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൈയും കാലൊക്കെ വിറക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ പഠിച്ചതൊക്കെ അതോടുകൂടി മറന്നു പോവുകയാണെങ്കിൽ, നിങ്ങളുടെ ഭയം മാറ്റാൻ, എക്സാം എന്നല്ല എല്ലാ സമയത്തും നിങ്ങൾക്ക് വലിയ ധൈര്യമുണ്ടാകാൻ, ഭീരുത്വം ഇല്ലാതെയായി നല്ല ധൈര്യശാലിയാകാൻ വേണ്ടി നിങ്ങൾ ലൈഫിൽ ചൊല്ലേണ്ട ഒരു ദുആയാണ് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഈ ഒരു ദുആ നിങ്ങൾ 3 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് എക്സാം ഹാളിലേക്ക്, പരീക്ഷാ ഹാളിലേക്ക് കയറിക്കോളൂ. ഇത് ചൊല്ലാനൊന്നും അധിക സമയം വേണ്ടി വരില്ല. എന്നാൽ ഇത് ചൊല്ലിയാൽ നിങ്ങൾക്ക് പിന്നീട് വലിയ ധൈര്യമായിരിക്കും, ഒരു പേടിയും ഉണ്ടാകില്ല. പരീക്ഷാ ഹാളിൽ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ കൈയും കാലും വെറുതെ വിറക്കുന്ന എത്രയോ വിദ്യാർത്ഥികളുണ്ട്. അവർക്കൊക്കെ ഇത് ചൊല്ലിയാൽ പിന്നീട് അവരുടെ കൈയും കാലും വിറക്കില്ല. അവർക്ക് പിന്നീട് ഒരു ആത്മവിശ്വാസമായിരിക്കും എക്സാം എഴുതാൻ തന്നെ. അതുകൊണ്ട് തന്നെ അവർക്ക് എക്സാം എളുപ്പമാവുകയും അവർക്ക് അവർ ഉദ്ദേശിച്ച രീതിയിലുള്ള ഉന്നത വിജയം നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും. പിന്നീട് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒന്നാണ്, വുളുവോടുകൂടി വേണം നിങ്ങൾ പഠിക്കാൻ. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വുളുവോടുകൂടി ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും പഠിച്ചാൽ അവർക്കത് എന്നും അവരുടെ ഓർമ്മയിൽ ഉണ്ടാകും, അവർക്ക് മറവി ഉണ്ടാകുകയില്ല എന്ന്. അതുകൊണ്ട് വുളുവോടുകൂടി നിങ്ങൾ പഠിക്കുക. ഇനി അവസാനമായി നിങ്ങൾക്ക് പരീക്ഷയിൽ നല്ല വിജയം ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിലെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമമായ യാ റസാഖു യാ അല്ലാഹ്, യാ റസാഖു യാ അല്ലാഹ്, യാ റസാഖു യാ അല്ലാഹ്, ഈ ഇസ്മ നിങ്ങൾ 17 പ്രാവശ്യം ചൊല്ലുക. എന്നാൽ നിങ്ങൾ എക്സാം എന്നല്ല, നിങ്ങൾ എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിലും ഈ ഇസ്മ നിങ്ങൾ 17 പ്രാവശ്യം ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു തആല ആ കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു പ്രയാസവും ഉണ്ടാക്കില്ല, നിങ്ങൾക്കതിൽ ഉന്നത വിജയമായിരിക്കും നൽകുക. അതുകൊണ്ട് പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് നിങ്ങൾക്ക് എക്സാമിൽ ഉന്നത വിജയം തന്നെ നേടിയെടുക്കാൻ സാധിക്കും.
ഫുൾ A+ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ നിങ്ങൾ ഫോളോ ചെയ്യണം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് നിങ്ങൾ ബേജാറാകുമൊന്നും വേണ്ട. ഒരുപാട് സമയമൊന്നും ഇത് ചെയ്യാൻ വരില്ല. അതായത് ഞാൻ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞു തന്ന ആ ദുആ ഒരു പ്രാവശ്യം നിങ്ങൾ ചൊല്ലിയാൽ മതി പഠിക്കുന്ന സമയത്ത്. അതുപോലെ വുളുവോടുകൂടി പഠിക്കാനിരിക്കുക. അതുപോലെ നിങ്ങൾ എല്ലാ 5 വക്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും 7 പ്രാവശ്യം അലം നശ്റഹ് ലക സദ്റക എന്ന് തുടങ്ങുന്ന ആ സൂറത്ത് ഓതുക. അതുപോലെ തന്നെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്നുള്ള ആ ദുആ നിങ്ങൾ എക്സാം ഹാളിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് 3 പ്രാവശ്യം ചൊല്ലുക. അതൊക്കെ 3 പ്രാവശ്യം ചൊല്ലാൻ അധിക സമയം വരുമോ? ഇല്ല. അതുപോലെ തന്നെ നിങ്ങൾ അവസാനമായിട്ട് എക്സാമിന് പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് യാ റസാഖു യാ അല്ലാ, യാ റസാഖു യാ അല്ലാ, യാ റസാഖു യാ അല്ലാ എന്ന ഈസ്മ് വെറും 17 പ്രാവശ്യം ചൊല്ലുക. എന്നാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് എക്സാമിൽ ഉന്നത വിജയം തരും. എക്സാം എളുപ്പമാകും ഇൻഷാ അല്ലാഹ്. ഇത് കേൾക്കുന്ന എല്ലാ മക്കൾക്കും ഈ കാര്യം അവരുടെ ജീവിതത്തിൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. എല്ലാ മക്കൾക്കും അല്ലാഹു സുബ്ഹാനഹു തആല ഉന്നത വിജയം നൽകട്ടെ. അവർ ആഗ്രഹിക്കുന്ന ഉന്നത വിജയത്തിലേക്ക് ഇനി എല്ലാവരെയും എത്തിക്കണേ റബ്ബേ. ആരെയും പരാജയപ്പെടുത്തില്ല റബ്ബേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.